ആൻഡ് കേസിൻ്റെ അപ്ഡേറ്റ്. ഞാൻ ഇന്നലെ ട്രിവാൻഡ്രത്ത് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ പേരിൽ ഞാൻ വീഡിയോ ഇട്ട ആളുടെ പേരൻസ് എൻ്റെ പേരിൽ ഒരു കേസ് ട്രിവാൻഡ്രത്ത് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേസ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരെ ഞാൻ ഡിഫൈം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേസ്. ആൻഡ് ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ചെന്നപ്പോൾ അവരുടെ, അതായത് നിങ്ങൾ ആ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ ആ വീഡിയോക്കകത്തുള്ള ആളുടെ രണ്ട് അവരുടെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ ഈ പറയണ ആളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചപ്പം അവരുടെ സൈഡിൽ നിന്ന്, പുള്ളിയുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇനി അവൻ്റെ സൈഡിൽ നിന്ന് ഒരു കാര്യങ്ങൾ പോലും ഉണ്ടാകത്തില്ല. ആൾക്ക് കുറച്ച് ഫിസിക്കലി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. ഇനി ഒരിക്കലും അവൻ്റെ സൈഡിൽ നിന്ന് അത് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തന്നു. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗൈസ്. ഇതിനു മുമ്പത്തെ പലവട്ടവും ഞാൻ പേരൻസിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് ഞാനിത് പലവട്ടം വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം അവരവരുടെ സൈഡിൽ, ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രൂഫുകളൊക്കെ അവിടെ കൊടുത്തപ്പോൾ സ്റ്റേഷനിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി അവൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കും അവൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളും. പലവട്ടം ഞാൻ ഇത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം ഞാനിത് വിടത്തില്ല. പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഇതിന് കിട്ടണം. ഞാൻ എൻ്റെ വൈഫിനെയും എൻ്റെ കുഞ്ഞിനെയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കങ്ങനെ ഇതുപോലത്തെ ഒരുത്തനെ പേടിക്കേണ്ട കാര്യം എനിക്കില്ല. മനസ്സിലായോ? എനിക്ക് ഇതുപോലെ ഒരാളെ പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല. സോ ഇതുകൊണ്ട് ഞാനിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവാണ്. ഞാനത് കേസ് ആക്ച്വലി SP ഓഫീസിൽ ഞാനിത് ഫയൽ ചെയ്യാൻ പോയതിൻ്റെ ദിവസമാണ് എനിക്ക് എൻ്റെ പേരിലൊരു കേസ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതെനിക്ക് പോയി സോൾവ് ചെയ്യണമായിരുന്നു. അത് ഞാൻ പോയി സോൾവ് ചെയ്തു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്കിത് അങ്ങനെ എൻഡപ്പ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇവനെ പോലത്തുള്ള ആൾക്കാർക്ക് ഇനിയും ചാൻസസ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ വട്ടം ഞാൻ പറഞ്ഞല്ലോ അത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ അറൗണ്ട് ഒരു 13 പേരിൽ ഞാൻ പറഞ്ഞില്ലേ, 9, 10 പേര് മൈനേഴ്സാണ്. ബാക്കി 2-3 പേരേ ഉള്ളൂ 24, 25, 26, 27 വയസ്സുള്ള. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആക്ഷൻസ് അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അതും കൂടി നാളെ എന്തായാലും ഞാൻ SP ഓഫീസിൽ തന്നെ ഞാൻ കൊടുക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഈ വട്ടം എനിക്കതങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് മുന്നോട്ട് പോയാൽ ഭയങ്കര ഡേഞ്ചറാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം, ഞാൻ വേറൊരു കാര്യം പറയാൻ ഗൈസ്. ഇന്നലെ സൈബർ സെല്ലിൻ്റെ ഓഫീസിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങൾ ഈ കറപ്പിൻ്റെ പേരിൽ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ ഒരു ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, സത്യഭാമയോ, പുള്ളിക്കാരിയെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പം എപ്പാർട്ട് ഫ്രം എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരി എന്തോ പറഞ്ഞ് എന്തോ ഇതായിക്കോട്ടെ, പുള്ളിക്കാരി എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിലൊക്കെ ചെറുക്കൻ ഇച്ചിരി കറുത്തിട്ട അടുത്ത് നിൽക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറേ കമൻ്റൊക്കെ കണ്ടു. അതൊക്കെ പോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ പോട്ടെ. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരി അവിടെ വന്നത് പോലും ഇതുപോലത്തെ ഞരമ്പന്മാരുടെ അക്കൗണ്ട്, അത്രയും വയസ്സായിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ടുകളിൽ പോലും ഉണ്ട്. അതിന് പരാതി കൊടുക്കാൻ അവിടെ വന്നത്. അത് കേട്ടപ്പം ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. ഇതിലങ്ങനെ പ്രായമൊന്നുമില്ല ഇവന്മാർക്ക്. മനസ്സിലായോ? ഇവന്മാർക്ക് അങ്ങനെ ഈ കാണുന്നവന്മാർക്കൊന്നും അങ്ങനെ പ്രായമൊന്നുമില്ല. അത്രയും പ്രായമുള്ള പുള്ളിക്കാരിയുടെ അക്കൗണ്ടിനകത്ത് വരെ ഈ പറയുന്ന പരിപാടി ചെയ്യുന്നുണ്ട്. അതിനുള്ള ഇതാണ് അവിടെ പരാതി കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. മെയിനായിട്ട് ഇത്രയുള്ള കാര്യങ്ങൾ ഇതാണ്. ഇത് ഈ ഇന്നലത്തെ ദിവസം നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളെല്ലാവരും പിന്നെ അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഗൈസ്. കുറേ പേര് ഈ ടെലഗ്രാമിൻ്റെ ഇഷ്യൂ ഞാൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം എല്ലാവരുടെയും സ്വന്തം ഫോട്ടോകൾ ഈ ഗ്രൂപ്പിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇത് കുറേ പേര് കണ്ടുപിടിച്ച് ഇവരുടെ സ്വന്തം ഫോട്ടോസ് ഇതിനകത്ത് കിടപ്പുണ്ടെന്നുള്ള കാര്യം കുറേ പേർക്ക് അറിയാൻ പറ്റി. അവരുടെ എല്ലാ ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട്, ബ്രോ ഇതൊന്നും റിമൂവ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല ഗൈസ്, സത്യമായിട്ടും. ഇത് നിങ്ങളിലേക്ക് ഇത്രയും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ വീഡിയോ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇതിനകത്ത് കുറേ ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പോഷറിനും ഇതിനും വേണ്ടി ചെയ്തതാണ്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അണ്ടിയൊന്നും അല്ല എൻ്റെ പ്രശ്നം. ഞാൻ സോറി ഫോർ തെറി പറഞ്ഞത്. ഞാൻ കുറച്ച് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഗൈസ്, ഇത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊന്നും അത്രയ്ക്കും ഇതായിട്ടൊന്നും ചെയ്തതല്ല. ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. മനസ്സിലായോ? ഞാനിത് കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പുറകിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ധൈര്യം കൊടുക്കാനും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കാനും നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ്സിന് വേണ്ടി ചെയ്തതാണ്. അല്ലാതെ ഞാൻ നന്മമരോ സോഷ്യൽ ഇതൊന്നും ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതൊന്നും അല്ല. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. എനിക്കങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോസ് ഇടേണ്ട ആവശ്യമില്ല.
എനിക്ക് കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് ഞാൻ അതുകൊണ്ട് ഗൈസ് അതിൻ്റെ ഒരു വീഡിയോ പോലും അപ്ഡേറ്റ് പോലും ഇനി കേസിൻ്റെ ഡീറ്റെയിൽസ് പോലും ഞാനൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടത്തില്ല. അതെനിക്ക് മതിയായി. ഞാൻ ഇനി അത് വീഡിയോ ആയിട്ട് ഇടുന്നില്ല എന്നുള്ളൊരു എൻ്റെ തീരുമാനമാണത്. അത് വേണ്ട. അത് നിങ്ങൾ കുറേ പേര് ഈ ലൈവ് ആണെന്ന് കുറേ പേർക്ക് അറിയാം. എന്താ ഈ പറയണ ഒന്ന് പോടാൻ വരെ കണ്ട ഇത് കണ്ട ഇത് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇവന്മാരെയൊക്കെ പറയുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവണമെങ്കിൽ ഇവനൊക്കെ എന്തൊരു ഇതായിരിക്കും അല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, ഇത് ഈ കേസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അടക്കം വെളിയിൽ വരുമ്പം ഈ വെറുതെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മൂഞ്ചുന്ന കുറച്ച് അവന്മാരുടെ ധൈര്യം അങ്ങ് പോകും. അത് ഞാൻ ഉറപ്പ് തരാം. ഇവിടെ കേരളത്തിൽ മറ്റേ 18 വയസ്സിൽ താഴെയുള്ള മറ്റേ കീബോർഡ് വാരിയേഴ്സ് ഉണ്ടല്ലോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കണേ, അത് കുറച്ച് പേരുടെ കരച്ചിൽ നീയൊക്കെ കേൾക്കുമ്പോൾ നീയൊക്കെ ഇത് നിർത്തും. അതുവരെ ഞാനിത് ഇതിനു വേണ്ടി എന്തൊരു ഫൈറ്റ് ചെയ്യും. ഞാൻ എൻ്റെ വക്കീലിന് ഞാൻ ഇനി എത്ര രൂപ കൊടുക്കണമെന്ന് വേണമെങ്കിലും കൊടുക്കും. മനസ്സിലായോ? അത് എനിക്ക് കുഴപ്പമില്ല, അതൊരു പ്രശ്നമായിട്ട് ഞാൻ ഇതാക്കുന്നില്ല. നീയൊക്കെ അത് മനസ്സിലാക്കണം. ജസ്റ്റ് എടാ ഈ തെറി വിളിക്കുന്ന ഇതിനകത്ത് വന്ന് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തെറി വിളിക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. ഈ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവന്മാരുടെ അടുത്ത് ഫോൺ കാണുന്നതിനല്ല ഞാൻ പറയണത്, ആ സ്വന്തം അമ്മയും അച്ഛനെയും പെങ്ങളെയും പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഇതൊക്കെ കാണുന്നവന്മാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ആ പരിപാടി ഞാൻ നിർത്തിച്ചു തരാം കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും. അത് കുറച്ച് പേരുടെ വരുമ്പോൾ തന്നെ ഇപ്പം തന്നെ കുറേ അക്കൗണ്ടുകൾ ഡിലീറ്റ് ആയി. കുറേ അക്കൗണ്ടുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കുറേ അക്കൗണ്ടുകളും കുറേ ഗ്രൂപ്പുകളും കുറേ ആൾക്കാരെ നിർത്തി കുറേ പേര് വിളിച്ച് കാര്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വേണ്ടി ഞാനൊരു ഇത്രയും അതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. എടാ ഇതൊക്കെ ഫ്രസ്ട്രേഷനാണ് ബ്രോ. ഇതൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ നിങ്ങളുടെ സമയം മുടക്കിയിരുന്ന് കാണുമോ? ഞാൻ കാണത്തില്ല. ഞാൻ ഏരിയയിലേക്ക് പോകത്തില്ല. എനിക്കൊരു പർട്ടിക്കുലർ സാധനം താല്പര്യമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേ പോകത്തില്ല. പക്ഷേ ഒരാളെ ഒരു ബൈ ഡിഫോൾട്ട് ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ വരെ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിനകത്ത് വന്നിരുന്ന് തള്ളക്കി വിളിക്കാനും ചീത്ത വിളിക്കാനും നിൽക്കുന്നവന്മാർക്ക് ജീവിതത്തിൽ എങ്ങനെ സമയം കളയണം എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അവർ.